വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ദ അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇത് അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഗ്രാത്തിയ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വില 399 ആയിരുന്നു. പക്ഷേ ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആ ഒരു സമയത്തൊക്കെ വാങ്ങിച്ച കാരണം കുറച്ച് വില കുറവിലാണ്. മീൻസ് 2-3 ബുക്ക് കൂടിയിട്ടൊക്കെ ആയിട്ട് ഒരു ബഞ്ചൊക്കെ ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇത്തിരി വില കുറവിലാണ് കിട്ടിയത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിന് 257 അത്രയൊക്കെയാണ് ഇപ്പോഴത്തെ വില കാണുന്നത്. അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നവൽ രവികാന്ത് ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഫിലോസഫർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ഒക്കെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ വെൽത്ത് മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫീസൊക്കെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഫിലോസഫീസാണ്. അപ്പോൾ എങ്ങനെ റിച്ച് ആവാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം എന്താണ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ എന്ന് ഉള്ളത് ഇപ്പോൾ മാറി, ഇപ്പോൾ എക്സ് ആണ്. അപ്പോൾ ട്വിറ്ററിൽ ആൾ ട്വീറ്റ് ചെയ്തത്, പിന്നെ പലരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൂടി ക്രോഡീകരിച്ച് ഒരു സംക്ഷിപ്തമാക്കിയിട്ട് ജോർഗൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ഇതുപോലെ, അതായത് നവൽ രവികാന്തിൻ്റെ പോലെ തന്നെ ഉള്ള ഒരു ആൾ തന്നെയാണ് എറിക് ജോർഗൻസൺ. അതിലൊരു ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം. ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഇങ്ങനത്തെ ഫിലോസഫി നവൽ രവികാന്തിനെ പോലെയൊക്കെയുള്ള ഒരാളാണ്. ചില ഇൻ്റർവ്യൂസിൽ ചില ട്വീറ്റുകളൊക്കെ നവൽ രവികാന്തിനോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ് ദ അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് അതാണ്. അപ്പോൾ ഈ അൽമനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പഞ്ചാംഗം അല്ല, കുറേ കാര്യങ്ങളുടെ കൂടിയിട്ടുള്ള ഒരു സംക്ഷിപ്തമായ രൂപം, ഒരു കലണ്ടർ. അൽമനാക്കിൻ്റെ വേർഡ് മീനിങ് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ അൽമനാക്ക് ഓഫ് നവൽ രവികാന്തിൻ്റെ കാര്യങ്ങൾ. നവൽ രവികാന്തിൻ്റെ ബാല്യം എന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം സിംഗിൾ പാരൻ്റാണ്. അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മയും ചേട്ടനുമുണ്ട്, അനിയനുമുണ്ട്. മീൻസ് നവൽ രവികാന്ത് അനിയനാണ്. അപ്പോൾ അങ്ങനെ ആണ് അവരുടെ ഫാമിലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഫാദർ ഒരു ഫാർമസിസ്റ്റ് ആണ്. പക്ഷേ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അവിടെ ആ ഡിഗ്രി, നമ്മുടെ ഇവിടുത്തെ ബി ഫാം അല്ലെങ്കിൽ എം ഫാം ആയിരിക്കാം, ആ ഡിഗ്രി അമേരിക്കയിൽ അത്ര പ്രാവർത്തികമായിട്ട്, മീൻസ് നല്ല ജോലി, മീൻസ് അതേ ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഹാർഡ്വെയർ സ്റ്റോറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഫാമിലി സ്പ്ലിറ്റപ്പായി. അങ്ങനെ അമ്മയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അമ്മ അവിടെ ചെന്ന് ജോലി ചെയ്യുക. അപ്പോൾ അമ്മ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ലൈബ്രറി ആയിരുന്നു നവൽ രവികാന്തിൻ്റെ ഏറ്റവും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോയിരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ വരുന്നത് വരെ ഇരുന്ന് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പുസ്തകങ്ങളോട് ഇദ്ദേഹത്തിന് ഇഷ്ടം വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ വായന നിങ്ങളുടെ മസ്റ്റായിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് നിങ്ങൾക്കൊരു താല്പര്യമില്ല എങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് എടുക്കണം. അതായത് ആദ്യത്തെ ദിവസം 3 പേജ് വായിച്ചാൽ മതി, അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ 1 പേജ് വായിച്ചിട്ട്. നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ചില സബ്ജക്ട്സ് നമുക്ക് ഇഷ്ടമില്ല, പക്ഷെ പരീക്ഷ എഴുതണം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതുപോലെ നിങ്ങളുടെ ബെറ്റർ ലൈഫ് ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 പേജ്, 2 പേജ്, അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഹാബിറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ടൈനി ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3 പേജ് വായിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ അത് നിർത്തി വയ്ക്കുക. നിങ്ങൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് നിങ്ങൾ 2 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആവും, 10 മിനിറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വരും, മീൻസ് നമുക്ക് എന്താണെന്ന് അറിയാൻ. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വലിയ എന്താ പറയുക, ഭയങ്കര കട്ടിയുള്ള ഒരു നോവലോ അല്ലെങ്കിൽ നിങ്ങൾ നോൺ ഫിക്ഷനാണ് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ബുക്ക് എടുത്ത് വായിക്കാതെ നോർമലായിട്ട് ഉള്ള സാധാരണ നിങ്ങൾക്ക് നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം എടുത്തിട്ട് വായിച്ചു തുടങ്ങാം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റീഡിങ്. ഇദ്ദേഹം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹൗ ടു ക്രിയേറ്റ് വെൽത്ത് എന്നാണ്. ഹൗ ടു ഗെറ്റ് റിച്ച് എന്നുള്ളതിനേക്കാളും ഇദ്ദേഹം പറയുന്നത് ഹൗ ടു ഗെറ്റ് വെൽത്ത് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വെൽത്ത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് കാശുകാരനാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ആ വെൽത്തിനെ ഡിസ്പൈസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എനിക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരുന്ന ഒരു കാര്യമാണ്. അതായത് അനന്ത് അംബാനിയുടെ കല്യാണം, അല്ലെങ്കിൽ രവി പിള്ളയുടെ മകളുടെ കല്യാണം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ആൾ
ആളുകൾ പറയും കാശുള്ളവർക്ക് എന്തോ ആവാലോ. ഈ കാശുള്ളവർക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ മുന്നിൽ ഒരു ബയസായിട്ട് ഒരു എന്താണ് ഒരു മുൻവിധിയോട് കൂടിയിട്ട് നമ്മൾ ഈ കാശുള്ള ആൾക്കാരെ അടുത്തും നമ്മളതിങ്ങനെ അവരത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലാതെ അവർ ജനിക്കുമ്പോൾ കൊണ്ടുവന്നതൊന്നുമല്ല. അവരിവിടെ പട്ടിപ്പണി എടുത്തിട്ട് ഉണ്ടാക്കുന്ന കാശാണ്. അപ്പോൾ അവരതിലേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെങ്കിൽ നിങ്ങളും അവരുടെ മൈൻഡ് സെറ്റിലോട്ട് വരണം. അവരും എന്താണ് ചെറുപ്പം തൊട്ടേ ഇവർക്കൊക്കെ കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ യൂസഫ് അലീനെ ആയാലും രവി പിള്ളേനെ ആയാലും നമ്മൾ കാണുമ്പോൾ അവരെടുത്ത കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഓ അയാൾ റോൾസ് റോയ്സിലാണ് വരുന്നത് എന്നുള്ള ചിന്താഗതിയാണ്. അവർ 100 ബിസിനസ് നടത്തിയതിൽ 99 എണ്ണം പരാജയപ്പെടുത്തിയിട്ട് 100ാമത്തെ ആയിരിക്കും ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഇഷ്ടം, അവർക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വെൽത്തിനെ സ്നേഹിക്കാൻ പഠിക്കണം. എന്നാലേ നമ്മൾക്ക് വെൽത്ത് ഉണ്ടാവും. പിന്നെ അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതിലാണ്. നമ്മൾ എന്തെന്നാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇവരുടെയൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ പറയില്ലേ, അത് നമ്മളുടെ തെറ്റായ പ്രവണതയാണ്. അത് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ കൂട്ടുകാരനായാലും നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഒരു റിച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം, എനിക്കും നിങ്ങളെപ്പോലെ ആവണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമുക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കാം. പിന്നെ ഇതിനകത്ത് നവൽ രവികാന്ത് പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് ഓരോ കഴിവുകളുണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് നവൽ രവികാന്തിൻ്റെ ആസ്ട്രോനോട്ട് ആവണം എന്നൊക്കെയുള്ള ചെറുപ്പത്തിലത്തെ ആഗ്രഹത്തിൽ ഇവൻ്റെ അമ്മ പറയും അല്ല നീ ബിസിനസ്സുകാരൻ ഇനി ആവും എന്നുള്ളത്. അത് അമ്മയുടെ വീക്ഷണമാണ്. കാരണം ഇവന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്, ഒരു ബിസിനസ് നടത്തി വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ് അമ്മ തിരിച്ചറിഞ്ഞു. നവൽ രവികാന്ത് അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നമ്മുടെ വായന നാവ് കൊണ്ടായിട്ടായാലും അങ്ങനെ നമുക്ക് അറിയാം നമ്മളുടെ കയ്യിലൊരു ഇൻകം, നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്കറിയാം. നമുക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് താല്പര്യം, നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അങ്ങനെ ഈ ബിസിനസ് പരമായിട്ട് തന്നെ മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കാനായിരിക്കും നമുക്ക് താല്പര്യം. അങ്ങനെ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന കാര്യം. നമ്മളുടെ അറിവ് വർദ്ധിക്കുക, ഏത് ഫീൽഡ് ആയിക്കോട്ടെ നമ്മുടെ അറിവ് വർദ്ധിക്കുക. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ എക്കണോമിക്സ് നമ്മൾ എന്താണെന്ന് കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം ഞാൻ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഇതാണ്, നമ്മളത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്യും. ഞാനിവിടുന്ന് ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് ബുട്ടീക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങും. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ ആ ബുട്ടീക്ക് അവിടെ ഉണ്ടാവില്ലേ, അത് എന്താണ്. അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ ലാഭം കാരണം നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു പുച്ഛമാണ്, ലാഭം കാരണം അടച്ചു പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കാറുണ്ട്. അപ്പോൾ ലാഭം കാരണം അതിന് എന്താണ്, ഒരു ബുട്ടീക്ക് തുടങ്ങുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വണ്ടി വരാനുള്ള സൗകര്യങ്ങൾ വേണം, അങ്ങനെ മാർക്കറ്റ് സ്റ്റഡി വേണം. പിന്നെ നമ്മൾ ഇത്രയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസിബിളായിട്ട് നമ്മൾ ഇത്ര രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സ്റ്റാഫിന് സാലറി കൊടുക്കാനും ഒക്കത്തിനും നമുക്കതൊരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ബ്രേക്ക് ഈവൻ ആയിട്ടൊരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് അതിൻ്റെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുവരെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, മറിച്ച് കൊണ്ടുപോകാനുള്ള കാശാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ് നമുക്കൊരു ഐഡിയ കിട്ടി പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്യാതെ നമ്മൾ അതിൻ്റെ സ്റ്റഡി എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ പരാജയപ്പെടാതെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്. ഇനി മൂന്നാമത് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ ആണ് പറയുന്നത്, അല്ലാതെ കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്ന വെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പൈസ മാത്രമല്ല. അപ്പോൾ അതിപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആവാം, ചിലപ്പോൾ നമുക്ക് നമ്മളുടെ വെഞ്ചർ, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ അതിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം കേട്ടോ, അല്ലാതെ ചുമ്മാ നവൽ രവികാന്ത് പറഞ്ഞു എന്നാൽ പോയിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല. അത് നല്ലതാണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, വെഞ്ചർ. പിന്നെ നമ്മൾ പുതിയ കമ്പനികൾ, ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ആയിട്ട് വരുന്ന പുതിയ കമ്പനികൾ, ഇപ്പോൾ AI അങ്ങനത്തെ കാര്യത്തിലൊക്കെ
പുതിയ കമ്പനികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മുടെ എന്താ പറയുക, ലാൻഡ്, ഗോൾഡ്, ഇങ്ങനത്തെ ബിറ്റ്കോയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞ് ചതി പറ്റാതെ നമ്മളെന്തെന്നാണ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളും ഷെയർ മാർക്കറ്റിൻ്റെയൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയല്ലാതെ നല്ല രീതിയിൽ നല്ല എന്താണ് ബുദ്ധിയും ബോധമുള്ള ആൾക്കാരുടെ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ നിന്ന് പഠിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന്. അപ്പോൾ ഇയാൾ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കാശ് മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഏകദേശം ഒരു റിട്ടയർമെൻറ്റ് പീരീഡോ അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പാപ്പൻ പണ്ട് എപ്പോഴോ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയോ അങ്ങനെ ഏതോ ഒരു പഴയൊരു ബാങ്കിൻ്റെ മേടിച്ചിട്ടിട്ട് അത് അന്ന് എല്ലാവരും കളിയാക്കി. വർഷങ്ങളോളം കഴിഞ്ഞ് പേരക്കുട്ടിയുടെ കാലം എത്തുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് വാല്യൂ കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഒരു കഥയാണ്, എന്നാൽ തന്നെയും അങ്ങനെ. അപ്പോൾ നമ്മൾ റിട്ടയർമെൻ്റ് ആവുക, നമ്മളുടെ ലൈഫ് റിലാക്സ് ചെയ്യാണ്, നമ്മൾ കുറച്ചൊന്ന് മതി എന്ന് തോന്നുന്ന കാലഘട്ടത്തിലും നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അസറ്റ് എന്താണ് നമുക്ക് വരുമാനം തരും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം. പിന്നെ നമ്മൾക്ക് തോന്നുന്ന ഐഡിയാസ് ആയാലും നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് സംശയങ്ങളാണെങ്കിലും അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിത് ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിൻ്റെ ഉത്തരങ്ങൾ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ അതിന് മറുപടി റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിവരം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ എന്താണ് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻ്റെ കരിയർ ഗ്രോത്ത് ഒക്കെ ഒരുവിധം കഴിയാറായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടാവുന്ന ഒരു പുസ്തകമല്ല. പക്ഷേ ഇത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വെൽത്ത് ഉണ്ടാക്കണം, നന്നായിട്ട് ബിസിനസ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫീസും കാര്യങ്ങളും ഒക്കെ നമ്മളത് പ്രാവർത്തികമാക്കി നമ്മുടെ ലൈഫിൽ. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവൽ രവികാന്ത് പറഞ്ഞു അതുകൊണ്ട് ഇന്നു തൊട്ട് ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ അത് നിർത്തുകയല്ല. കൺസിസ്റ്റൻസിയാണ് ഇദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഏത് കാര്യത്തിനായാലും. പിന്നെ അതുപോലെ മനസ്സ് എന്താണ് ഇമ്പ്രൂവ് ആക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ശരീരവും ഇമ്പ്രൂവ് ആക്കണം. നമ്മൾ എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരവും നമ്മൾ ഭംഗിയാക്കിയിട്ട് നോക്കണം. അല്ലാതെ നമ്മൾ കാശുണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിക്കാൻ പറ്റാതെ നമുക്ക് ഒരുപാട് അസുഖങ്ങളായിട്ട് കട്ടിലുമ്മ കിടക്കുമ്പോൾ അപ്പോൾ ഈ ഉണ്ടാക്കിയ കാശ് മുഴുവൻ രോഗത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പോലെ ആവരുത്. അപ്പോൾ നല്ല ശരീരം, അതൊരു 10, 20, 25 വയസ്സ് തൊട്ട് തന്നെ നമ്മളുടെ ബോഡി നമ്മൾ നന്നായിട്ട് നോക്കണം. നമുക്ക് അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നമ്മൾ ഭംഗിയാക്കണം. എന്നിട്ട് നമ്മൾ വർക്കപ്പ്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഇത് 2 വേ അപ്രോച്ച് ആണെന്നാണ്. അതായത് നമ്മുടെ ശരീരം നന്നാവുകയാണെങ്കിൽ നമ്മുടെ മനസ്സും നന്നാവും, നമ്മുടെ മനസ്സ് നന്നാവുകയാണെങ്കിൽ ശരീരവും നന്നാവും എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരിപാടിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷമാണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് നവൽ രവികാന്തിൻ്റെ പുസ്തകങ്ങൾ. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അവസാനം പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ പറയുന്നുണ്ട്, ഫിലോസഫീനെ പറ്റി പറയും. അങ്ങനെ അത് മുഴുവൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുന്ന കുറേ പുസ്തകങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു കുറച്ച് ഒരു ചെറുപ്പക്കാരനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് വായിക്കുക, ഇത് ഫോളോ ചെയ്യുക. വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല, ഫോളോ ചെയ്യുക ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.